ബഹ്റൈനിൽ 1300 വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. ബഹ്റൈനിലെ സമാഹിജ് മേഖലയിലാണ് അറേബ്യൻ ഗൾഫിലെ അറിയപ്പെടുന്ന ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ കെട്ടിടങ്ങളിലൊന്ന് കണ്ടെത്തിയതായി ഗവേഷകർ സ്ഥിരീകരിച്ചത്. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആദ്യത്തെ ഭൗതിക തെളിവുകളായി ഇത് കരുതപ്പെടുന്നു. നെസ്റ്റോറിയൻ ചർച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഈസ്റ്റ് ചർച്ച് ക്രിസ്തുമതം ഉണ്ടായിരുന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഗവേഷകരുടെ കണ്ടെത്തൽ പ്രകാരം ബഹ്റൈനിലെ സമാഹിജിൽ കണ്ടെത്തിയിട്ടുള്ള ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ റേഡിയോ കാർബൺ ഡേറ്റിംഗ് സൂചിപ്പിക്കുന്നത് AD 4-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിനും ഇടയിലാണ് അധിനിവേശം നടത്തിയിരുന്നതെന്നാണ്. ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചതോടെ ഈ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ടതാകാം എന്നും ഗവേഷകർ. ഒരു ക്രിസ്ത്യൻ പള്ളി ആയിരുന്നതിൻ്റെ സൂചകമായി 3 കുരിശുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അവയിൽ 2 കെട്ടിടത്തെ അലങ്കരിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് ബഹ്റൈൻ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിൽ ഒരു ഗ്രാമത്തിലെ ശ്മശാനത്തിലെ ഒരു കുന്നിൻ കീഴിൽ 8 മുറികളുള്ള ഒരു വലിയ കെട്ടിടവും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു അടുക്കള, ഒരു ഭക്ഷണമുറി, ഒരു വർക്ക് റൂം, 3 ലിവിംഗ് റൂമുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ചരിത്രപരമായ മാഷ് മാഹിന് എന്ന് വിളിക്കപ്പെടുന്ന സമാഹിജ് പ്രദേശം ഉൾപ്പെട്ട രൂപതയുടെ ബിഷപ്പിൻ്റെ കൊട്ടാരമായിരുന്നിരിക്കാം ഈ കെട്ടിടം എന്നാണ് ഗവേഷകർ കരുതുന്നത്. മെഷ്മാഹിജും സെൻട്രൽ ചർച്ച് അധികാരികളും തമ്മിലുള്ള ബന്ധത്തെ രേഖപ്പെടുത്തുന്ന ചില സൂചനകളും ഇവിടെ നിന്ന് ലഭിച്ചതായി ഗവേഷകർ സൂചിപ്പിക്കുന്നു. മുൻപ് ഗൾഫിൽ ഇറാൻ, കുവൈത്ത്, UAE, കിഴക്കൻ സൗദി അറേബ്യ എന്നിവയുടെ വിദൂര പ്രദേശങ്ങളിൽ കുറച്ച് ക്രിസ്ത്യൻ കെട്ടിടങ്ങൾ, പള്ളികൾ, ആശ്രമങ്ങൾ, വസതികൾ എന്നിവ കണ്ടെത്തിയിരുന്നു. ഇവിടുത്തെ താമസക്കാർ ഉയർന്ന ജീവിത നിലവാരം ആസ്വദിച്ചതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ആളുകൾ പന്നിയിറച്ചി കഴിക്കുന്നതിൻ്റെ തെളിവുകളും ലഭിച്ചതായി ഗവേഷകർ പറയുന്നു. കൂടുതൽ കണ്ടെത്തലുകളിൽ വിലയേറിയ കാർനെലിയൻ അർദ്ധവൃത്താകൃതിയിലുള്ള കല്ലുകൾ, ഇന്ത്യൻ മൺപാത്രങ്ങളുടെ തകർന്ന അവശിഷ്ടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിവിടെ ഉണ്ടായിരുന്ന വ്യാപാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. സസാഹിയൻ സാമ്രാജ്യത്തിൽ ചെറിയ വൈൻ ഗ്ലാസുകളും ചെമ്പ് നാണയങ്ങളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തിയ ചെമ്പ് സൂചികൾ സൂചിപ്പിക്കുന്നത് ഇവിടെ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ്. ഇവ ആരാധനയ്ക്കായി ഉപയോഗിക്കാനായിരിക്കാമെന്നും ഗവേഷകർ അനുമാനിക്കുന്നു. എക്സ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ തിമോത്തി ഇൻസോളിൻ്റെയും ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആൻറ്റിക്വിറ്റീസിൽ നിന്നുള്ള ഡോക്ടർ സൽമാൻ അൽ മാഹിരിയുടെയും നേതൃത്വത്തിലുള്ള സംയുക്ത പദ്ധതിയുടെ ഭാഗമായാണ് 2019-നും 2023-നും ഇടയിൽ ഖനനം ആരംഭിച്ചത്. ബഹ്റൈനിലെ നെസ്റ്റോറിയൻ സഭയുടെ ആദ്യത്തെ ഭൗതിക തെളിവാണിതെന്നും ആളുകൾ എങ്ങനെ ജീവിച്ചു, ജോലി ചെയ്തു, ആരാധിച്ചു എന്നതിനെക്കുറിച്ചുള്ള കൗതുകകരമായ ഉൾക്കാഴ്ച ഇതിലൂടെ ലഭിക്കുമെന്നുമുള്ള പ്രത്യാശയുള്ളതായും പ്രൊഫസർ ഇൻസോൾ അഭിപ്രായപ്പെട്ടു.